ഹായ് ഡിയർ സുഗമോദേവി സീരിയലിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ വക്കീലാണെങ്കിൽ നമ്മുടെ ദേവനന്ദനെ കാണാൻ വേണ്ടിയിട്ട് വന്നിട്ടുണ്ട്. അതൊക്കെ കഴിഞ്ഞതിനോട് നന്ദനാണെങ്കിൽ എല്ലാ സത്യങ്ങളും തുറന്നു പറയുകയൊക്കെ ചെയ്തതിന് ശേഷമാണെങ്കിൽ നന്ദനോട് നമ്മുടെ പ്രഭാവതി പറയുന്നുണ്ട്, എന്തിനാ മോനെ നീ ഈ സത്യങ്ങളെല്ലാം തുറന്നു പറഞ്ഞത്? നിന്നോട് അമ്മ പറഞ്ഞതല്ലേ തുറന്നു പറയേണ്ട ആവശ്യമൊന്നുമില്ലെന്ന്, നീ ആ തെറ്റ് അറിയാതെ ചെയ്തേയില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് പ്രഭാവതിയാണെങ്കിൽ പറയുന്നുണ്ട്. അതിനുശേഷം നമ്മുടെ വക്കീലാണെങ്കിൽ പറയുന്നുണ്ട്, ഒരാൾ തെറ്റ് ചെയ്താൽ അയാളെ രക്ഷിക്കാനാണ് നിങ്ങൾ നോക്കുന്നത്, അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നന്ദൻ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ശിക്ഷ നന്ദൻ ഏറ്റുവാങ്ങേണ്ടതാണ്. നന്ദൻ തെറ്റുകാരനാണോ ഇല്ലയോ എന്നൊക്കെ കോടതിയാണ് നിശ്ചയിക്കുന്നത്, അതൊന്നും നമുക്കിപ്പോൾ പറയാൻ കഴിയില്ല എന്നൊക്കെ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്. അപ്പോൾ നന്ദൻ പറയുന്നുണ്ട്, ഇപ്പോഴെങ്കിലും ഈ ഒരു സത്യം ഞാൻ പറഞ്ഞില്ലെങ്കിൽ ജീവിതകാലത്തിൽ ഒരിക്കൽ പോലും എനിക്ക് സമാധാനമായിട്ട് ഉറങ്ങാൻ കഴിയില്ല. ഇപ്പോഴെങ്കിലും ഇത് സത്യം വക്കീൽ അറിയണം. എന്തായാലും കോടതിയിലോട്ട് കേസ് പോയിക്കോട്ടെ, ഞാൻ എന്തായാലും എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയിട്ട് തന്നെയാണ് നിൽക്കുന്നത് വക്കീലെന്നൊക്കെ പറയുന്നുണ്ട്. വക്കീൽ പറയുന്നുണ്ട്, എനിക്കിതിൻ്റെ അവസ്ഥ മനസ്സിലാവുന്നെന്താ, പക്ഷേങ്കിൽ എന്ത് ചെയ്യാൻ കഴിയും? ഇതിനിൽ നിന്ന് രക്ഷിക്കാൻ എനിക്ക് വേറെ മാർഗ്ഗമൊന്നുമില്ല. ഋഷി മരിച്ചിട്ടില്ലാതിരിക്കട്ടെ, അതായിരിക്കും നിൻ്റെ ഭാഗ്യവും. ഋഷി മരിക്കാതിരിക്കട്ടെ എന്ന് തന്നെയാണ് ഞാനിപ്പോൾ പ്രാർത്ഥിക്കുന്നത്. എന്തായാലും കോടതിയിലേക്ക് കേസ് പോയാൽ ഋഷി മരിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുമെന്നൊക്കെ വക്കീൽ പറയുന്നുണ്ട്. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ ഋഷിയുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഗിരീഷിൻ്റെ ഭാര്യയും ഗിരീഷും ആണെങ്കിൽ വഴക്കുണ്ടാകുന്നുണ്ട്. ഗിരീഷിൻ്റെ ഭാര്യ പറയുന്നുണ്ട്, എന്തിനാണ് ആ ദേവികയെ ഇപ്പം അങ്ങോട്ടേക്ക് നന്ദൻ്റെ അടുത്തേക്ക് വിട്ടത്? അവളെങ്ങനെയെങ്കിലും അവനെ കൊടുക്കാൻ വേണ്ടി നോക്കും. അവൾ പോരാത്തതിന് ഇപ്പോൾ ഒരു MLA കൂടെ ആണല്ലോ. ഇപ്പോൾ ഗിരീഷിൻ്റെ ഭാര്യയാണെങ്കിൽ ദേവികയ്ക്കെതിരായിട്ടാണ് സംസാരിക്കുന്നത്. എന്തായാലും ദേവികയുടെ സ്വഭാവമൊക്കെ മനസ്സിലാക്കിയതുപോലെയാണ് നമ്മുടെ ഗിരീഷിൻ്റെ ഭാര്യ സംസാരിക്കുന്നത്. ഇത് കേട്ട് ഗിരീഷിനാണെങ്കിൽ ഭയങ്കരമായിട്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട്. നന്ദന് ദേവിയെപ്പോലൊരു പെണ്ണിനെ കിട്ടി തന്നെ വലിയൊരു ഭാഗ്യമാണ് എന്നൊക്കെയാണ് ഗിരീഷ് പറയുന്നത് തന്നെ. വമ്പൻ ടെസ്റ്റ് തന്നെയാണ് അതിനുശേഷം നടക്കുന്നത്. നമ്മുടെ CP ആണെങ്കിൽ അരുന്ധതിയുടെ ബിസിനസ് കാര്യങ്ങളൊക്കെ നടക്കാൻ വേണ്ടിയിട്ട് കാര്യങ്ങളൊക്കെ പറയാൻ വേണ്ടിയിട്ട് അരുന്ധതിയുടെ വീട്ടിലെത്തുമ്പോൾ അവിടെ ജീവനോടെ നിൽക്കുന്ന ഋഷിയാണ് കാണാൻ സാധിക്കുന്നത് തന്നെ. CP ആണെങ്കിൽ ആകെ മൊത്തം ഒന്ന് ഞെട്ടിത്തരിക്കുന്നുണ്ട്. ഇതൊക്കെ എന്താ ഇവിടെ സംഭവിക്കുന്നത് അരുന്ധതി മേഡം എന്ന് ചോദിക്കുന്നുണ്ട്. അരുന്ധതി പറയുന്നുണ്ട്, എന്താ പറയാനാ, അങ്ങനെ അരുന്ധതിക്കാണെങ്കിൽ നിവൃത്തികേടൊന്നും ഇല്ലാതെ തന്നെ ആ കാര്യമെല്ലാം പറയേണ്ടി വരുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ എന്ത് പറയാനാ, എനിക്കാണെങ്കിൽ ഒന്നും പറയാതിരിക്കാനും കഴിയില്ലല്ലോ CP, എല്ലാ സത്യങ്ങളും ഞാൻ പറയാം. എല്ലാത്തിനും കാരണം ഇവൻ തന്നെയാണ്. ഇപ്പോൾ അവരുടെ ആ കുടുംബം അനുഭവിക്കാനുള്ള കാരണം ഇവൻ തന്നെയാണെന്നൊക്കെ പറഞ്ഞിട്ട് അരുന്ധതിയുടെ പൊട്ടിക്കരയുന്നുണ്ട് നമ്മുടെ CPയുടെ മുമ്പിൽ നിന്നാണെങ്കിൽ. അതിനുശേഷം നമ്മുടെ ഋഷി പറയുന്നുണ്ട്, അങ്കിൾ ഈ കാര്യം ആരോടെങ്കിലും പറഞ്ഞാൽ ജീവനോടെ എന്നെ ഒരിക്കലും കാണില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷമാണ് CP പറയുന്നുണ്ട്, സൂക്ഷിക്കണം, ഒരു MLAയോട് കൂടെയാണ് നിങ്ങൾ കളിക്കുന്നതെന്ന് മറന്നു പോകരുത്. എത്രയും പെട്ടെന്ന് ഈ നാടകങ്ങളൊക്കെ അവസാനിപ്പിച്ചേക്ക്. അവർ കേസ് കൊടുത്ത് മുന്നോട്ട് നീങ്ങിയ പിന്നെ ഇവ മരിച്ചിട്ടില്ലെന്ന് കോടതി അറിഞ്ഞാൽ പിന്നെ ശിക്ഷ അതിലൊന്നും നിൽക്കില്ല. നിനക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ല അരുന്ധതി, പിന്നെ എന്താ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അരുന്ധതി ആണെങ്കിൽ ഒരു മറുപടിയും അതിന് കൊടുക്കുന്നില്ല. അതിനുശേഷമാണെങ്കിൽ നമ്മുടെ വക്കീൽ നമ്മുടെ കെവിൻ്റെയും പിന്നെ ഇസബെല്ലയുടെയും മൊഴിയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ടേക്ക് പോകുന്നുണ്ട്. സത്യങ്ങളൊക്കെ അവരിൽ നിന്ന് അറിയാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം കേട്ടിട്ട് നമ്മുടെ കെവിനും ഇസബെല്ലയാണെങ്കിൽ ഒന്ന് ഞെട്ടുന്നുണ്ട്. കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണോ ഇവരുടെ തീരുമാനം എന്നൊക്കെ വിചാരിക്കുന്നുണ്ട്. ഇസബെല്ലയും കെവിനാണെങ്കിൽ അങ്ങനെ ഒരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, എന്തായാലും നിങ്ങളിതിൻ്റെ മൊഴി നൽകാൻ വേണ്ടി കോടതിയിലൊക്കെ വരണം എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ കെവിനും ഇസബെല്ലയും പറയുന്നുണ്ട്, ഞങ്ങൾ എന്തിനാണ് വരുന്നതെന്നൊക്കെ ചോദിക്കുമ്പോൾ നമ്മുടെ വക്കീൽ പറയുന്നുണ്ട്, അതൊക്കെ ഞാൻ വഴിയെ നിങ്ങളെ വിളിപ്പിക്കും, എന്തായാലും നിങ്ങൾ വരണമെന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇസബെല്ലയ്ക്കാണെങ്കിൽ കാര്യം മനസ്സിലാവുന്നുണ്ട്, ഇവർ നിയമപരമായിട്ട് നീങ്ങിയിട്ടുണ്ട്, ഇനിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തായാലും നാടകം എത്രയും പെട്ടെന്ന് അവസാനിപ്പിച്ചേ മതിയാവും കെവിനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഋഷിയെ വിളിച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നുണ്ട്. ഇത് കേട്ട ഋഷിയാണെങ്കിൽ ചെറുങ്ങനെ ഒന്ന് പേടിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് ചെറുതായിട്ട്. ഇനിയിപ്പോൾ ഋഷി എന്തൊക്കെ ചെയ്യുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം. എന്തായാലും ഈ ഋഷിയുടെ നാടകം പൊളിയാൻ വേണ്ടി പോവുക തന്നെ ചെയ്യാണ്. അപ്പോൾ നമുക്ക് ഇസബെല്ലയ്ക്ക് ഇനി എന്തൊക്കെ പണിയാണ് തിരിച്ച് കിട്ടാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് കാണാം. ഈ ഒരു സീരിയൽ നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ബൈ.